ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ നാളെ ശേഷം വീണ്ടും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ബഹറിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ കുറേ കണ്ടൻറ്റുകളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് നിറയെ വീഡിയോസൊക്കെ ആയിരിക്കും. അപ്പോൾ ആ വീഡിയോസ് നേരെ പോയി കണ്ടിട്ടോ. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നാട്ടിലേക്ക് വരാമെന്നുള്ളത്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ നാട്ടിൽ പോകാൻ പറ്റുമോ, ടിക്കറ്റിനൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. അങ്ങനെ 2 ദിവസം കൊണ്ടാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേരുടെ എക്സാമും ശിവമോൾക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതും പിന്നെ പാക്കിങ്ങും എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ പെട്ടെന്നൊരു പനി പിടിച്ച്. അപ്പോൾ ഞാൻ ഇത്രയും പെട്ടികളാണ് കൊണ്ടുവന്നത്. പെട്ടിയെല്ലാം കറക്റ്റ് വെയിറ്റിൽ എല്ലാം നോക്കി വെച്ചു. നമ്മൾ പോകുന്നത് ഒരു ലോങ് ജേണിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഇത്ര ടൈം യാത്ര ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പോൾ പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. നമുക്ക് ഇവിടുന്ന് ഒരു 6:30 പോകണമായിരുന്നു. അങ്ങനെ നേരത്തെ എഴുന്നേറ്റ് എൻ്റെ ചെടികളൊക്കെ നോക്കി കേട്ടോ. ഒരുവിധം ഇപ്പോൾ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിക്കണേ. ഞവരയിലെയും തുളസിയിലെയും കറ്റാർവാഴയൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ, ചേട്ടനില്ല. ചേട്ടൻ പിന്നേ വരുള്ളൂ. ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ലോഞ്ചിൽ കയറി. എനിക്കാണെങ്കിൽ തീരെ വയ്യ, പനി തുടങ്ങിയെന്ന് തോന്നുന്നു. ഇന്നലെ തുടങ്ങിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഐറ്റംസ്. ശിവയും അന്യനാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. നാട്ടിലോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ പിള്ളേർ ആദ്യം ചോദിക്കുന്നത് ലോഞ്ച് ആക്സസ് ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോഞ്ച്. അതുമാത്രമല്ല എനിക്കും ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ ബഹ്റിൻ ലോഞ്ച് ഭയങ്കര ക്വയറ്റാണ്, നല്ല രസമാണ് അത് കാണാൻ തന്നെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു, ഫ്രഷൊക്കെ ആയി, ഫുഡൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഇവിടെ വന്ന്. നമുക്കിനി ഫ്ലൈറ്റ് 10:20 ആണെങ്കിൽ ഒരു 9:50 ഒക്കെ ആകുമ്പോഴത്തേക്ക് പോകണം. കുറേ നേരമൊന്നും നമുക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല. അപ്പം നമ്മൾ ബഹ്റിൻ ടു ദുബായ് എമിറേറ്റ്സിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ കയറി അല്ലേ. ഇനി നാട്ടിലെത്തല്ല, ദുബായിലെത്തിയിട്ട് കാണാം. കുറേ നാളുകളിന് ശേഷമാണ് ഇതുപോലെ ഫ്ലൈറ്റിൽ TV ഉള്ളൊരു ഫ്ലൈറ്റ് നമ്മൾ എടുക്കുന്നത് തന്നെ. പിള്ളേരെപ്പോഴും ചോദിക്കും കേട്ടോ, ഫ്ലൈറ്റിൽ എടുക്കുകയാണെങ്കിൽ TV ഉള്ള ഫ്ലൈറ്റ് ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ മിക്കപ്പോഴും ഇൻഡിഗോ ഒക്കെയാണ് എടുക്കാറുള്ളത്. കാരണം അതാണല്ലോ കുറച്ച് ചീപ്പ് റേറ്റ്. ഇപ്രാവശ്യം നമുക്ക് എമിറേറ്റ്സ് നല്ല ചീപ്പിൽ കിട്ടി. പക്ഷേ 13 അവർ ലേ ഓവർ ഉണ്ട് കേട്ടോ. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഈ എന്താണ് ലോഞ്ച് ആക്സസും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ച് അത് എടുക്കുന്നത്. പിന്നെ ടിക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് നമ്മൾക്ക് ഇത് വളരെ ചീപ്പായിട്ട് തോന്നി. അങ്ങനെയാണ് കാര്യത്തിൽ കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയല്ലോ. പിന്നെ പിള്ളേർക്കൊക്കെ ഗിഫ്റ്റുകളുണ്ടല്ലോ. ഗിഫ്റ്റുകൾ കണ്ടപ്പോൾ തന്നെ 2 കേട്ടോ. കുറേ ഒരു കളർ പെൻസിലും പിന്നെ ഈ കുഞ്ഞു പാവയൊക്കെ കൊടുത്തു, ഒരു കുഞ്ഞു ബാഗൊക്കെ കൊടുത്തു കേട്ടോ. അതുകൊണ്ട് പിള്ളേരവിടെ അടിപൊളിയായിട്ട് എൻഗേജ്ഡായി ഇരുന്നിട്ടുണ്ട്. 2 പേര് സർപ്രൈസ് ആയിപ്പോട്ടോ. ഇങ്ങനെ പാവയും ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വട്ടം കണ്ട് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ അത് കുഞ്ഞായിരുന്നപ്പോഴാണ് കേട്ടോ. എനിക്കൊന്നും നന്നകൂട്ടനില്ലായിരുന്നെന്ന് തോന്നുന്നത്. അങ്ങനെ 2 പേര് എക്സൈറ്റ്മെൻറ്റായി. അത് സാധനങ്ങളൊക്കെ കിട്ടിയതെല്ലാം തുറന്നു നോക്കി. അതൊക്കെ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഫീൽ ചെയ്തു. പിന്നെ ബഹ്റിൻ ടു ദുബായ് പെട്ടെന്ന് തന്നെ എത്തുമല്ലോ, ഒരു 1 അവർ ട്രാവലിങ്ങേ ഉള്ളതെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ അതെല്ലാം ചെക്ക് ചെയ്തു നേരെ എത്തുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് വന്നു കേട്ടോ. ഫുഡും നല്ല അടിപൊളി ഫുഡായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എമിറേറ്റ്സ്. എനിക്ക് ട്രാവൽ ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫ്ലൈറ്റ് ഒന്ന് എമിറേറ്റ്സ്, രണ്ടാമത്തത് ഗൾഫ് എയർ. നല്ല അടിപൊളി ഫ്ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരു സാൻഡ്വിച്ച്, ഒരു ജ്യൂസ്, പിന്നെ ഒരു ഫ്രൂട്ട്സ്, ഒരു കുപ്പി വെള്ളം, അങ്ങനെയാണ്. പക്ഷേ എല്ലാം നല്ല ഫുഡായിരുന്നു, നല്ല ഇതായിരുന്നു കേട്ടോ. ലോഞ്ചിൽ നമ്മൾ അത്യാവശ്യം വയറ് നിറച്ച ഫുഡ് കഴിച്ചത്. പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അമേരിക്കൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു, സോസേജ്, എഗ്ഗ് ഒക്കെ. അപ്പോൾ എനിക്ക് അങ്ങോട്ട് വലിയ ഇഷ്ടപ്പെട്ടില്ല ലോഞ്ചിൽ ഫുഡ്. ഞാൻ 2 ജ്യൂസ് കുടിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. അപ്പോൾ ഫ്ലൈറ്റിൽ നിന്ന് കുഞ്ഞൊരു സാൻഡ്വിച്ച് കിട്ടി, അതാണ് ഞാൻ കഴിച്ചേട്ടോ. പിള്ളേർക്ക് പിന്നെ ഈ സാൻഡ്വിച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ദുബായിൽ എയർപോർട്ടിൽ വന്ന് അയ്യോ ഒരു നടത്തായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ ഒരു 6 അവർ ഉണ്ട് ടൈം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലോഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ലോഞ്ച് കണ്ടുപിടിക്കാൻ കുറേ പാടുപെട്ട് അവസാനം കുറേ നടന്ന് ലോഞ്ച് എത്തിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഞാൻ കുറേ വട്ടമായി പറയാം എനിക്ക് വയ്യ. ഈ സമയത്ത് തന്നെ പനി പിടിച്ച്. അങ്ങനെ ഞങ്ങൾ ലോഞ്ചിൽ വന്നൊന്ന് ഫ്രഷായിട്ട് ഫുഡ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് വിശപ്പൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലോഞ്ചിലെ വിശേഷങ്ങളൊക്കെ കാണാം.
പിള്ളേർ രണ്ടുപേരും സ്നാക്സ് എന്തോ എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ അഹ്ല ലോഞ്ചിലാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു 15 ലോഞ്ചെങ്കിലും കാണും. ഈ ലോഞ്ച് തന്നെ തപ്പി പിടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ എന്താണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉള്ളു. പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇനി നമ്മൾ 4 അവർ വെയിറ്റ് ചെയ്യണം. 4:30 ആകുമ്പോഴാണ് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. നല്ലൊരു യാത്രയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫ്ലൈറ്റൊക്കെ നല്ലതായിരുന്നു, എമിറേറ്റ്സ് ഫ്ലൈറ്റൊക്കെ നല്ലതായിരുന്നു, ഫുള്ളായിരുന്നു. പിന്നെ പിള്ളേർക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയതുകൊണ്ട് അവർ ഹാപ്പിയായി. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഫ്ലൈ ദുബായ് ആണ്, അത് നമുക്കറിയില്ല എങ്ങനെയാണെന്നുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം ഈ വ്ലോഗ് എടുക്കുന്നുണ്ടേ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. മറ്റേത് പച്ചവെള്ളം പോലെ അങ്ങ് പറയരുത്, ഇപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിളാണ്. നമ്മൾ കയറിയ ലോഞ്ച് ഒരു ചെറിയ ലോഞ്ചായാലും അത്യാവശ്യം നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിള്ളേരും ആവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചു. നമുക്കിനി ഒരു 6 അവർ വെയിറ്റ് ചെയ്യണം. അവസാനം ഞങ്ങൾ ഒന്ന് ഫ്രഷായി, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി, പിന്നെ ഒരു ക്യാപ്പച്ചീനോ കുടിച്ചിട്ട് നേരെ ലോഞ്ചിൽ നിന്ന് വിട്ടു. പിന്നെ നമ്മുടെ ഗേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ നടന്നു കേട്ടോ. ദുബായ് എയർപോർട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പറയേണ്ടതില്ലല്ലോ. അവസാനം നമ്മൾ നമ്മുടെ ടെർമിനൽ 2-ലാണ് നമ്മൾ ഇറങ്ങിയത്. ടെർമിനൽ 3-ലാണ് നമ്മൾ ഇറങ്ങിയത്. ഇനി നമുക്ക് ടെർമിനൽ 2-ൽ പോയിട്ടാണ് കയറേണ്ടത്. അവസാനം നമ്മളൊരു വണ്ടിക്കകത്ത് കയറി ടെർമിനൽ 2-ൽ വന്നു. അവിടെയും കുറേ നേരം വെയിറ്റ് ചെയ്തു. അവസാനം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ആ കാര്യങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് കയറിയപ്പോൾ തന്നെ നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ ഫോം തന്നു കേട്ടോ. അത് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ കൊച്ചിയിൽ എയർപോർട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. സത്യം പറഞ്ഞാൽ വിശപ്പൊന്നും ഇല്ലായിരുന്നു, ഒന്നും കഴിക്കാനുള്ളൊരു മൂഡില്ല, അത്രയ്ക്ക് ടയേർഡായിപ്പോയി. എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ ഇരുന്നിട്ട് ഉറക്കവും വരുത്തില്ലായിരുന്നു. കുറച്ച് ദിവസമായിട്ട് റെസ്റ്റ് ഇല്ലാത്തതൊക്കെ ആയിട്ട് തന്നെ നല്ല തലവേദനയും പനിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഗുളിയൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് ആശ്വാസം കിട്ടി. നമ്മുടെ കൊച്ചി എയർപോർട്ട് കണ്ടപ്പോൾ എനിക്കൊരു സമാധാനമായി. സെൽഫ് ഡിക്ലറേഷൻ ഫോം ഞാൻ ഫ്ലൈറ്റ് ഇരുന്നുകൊണ്ട് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ 3 മണി. അത്രയ്ക്കുള്ള നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും എടുക്കുന്ന പിള്ളേർക്ക് ബൈ, സീ യു.